രാജ്യം അംബേദ്കർ ജയന്തി വിപുലമായി ആഘോഷിച്ചു. സാമൂഹിക നീതിക്കും സമത്വത്തിനും വേണ്ടി ഡോക്ടർ ബി.ആർ. അംബേദ്കർ നടത്തിയ നിരന്തരമായ പോരാട്ടത്തിനുള്ള ആദരവും ഓർമ്മപ്പെടുത്തലുമാണ് അംബേദ്കർ ജയന്തി. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തി. നീതിയുക്തവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സമൂഹത്തിന് അടിത്തറ പാകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനം. സാമൂഹിക നീതിക്കും നിയമവാഴ്ചയ്ക്കും ഡോക്ടർ അംബേദ്കർ നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകളെ അനുസ്മരിക്കുന്നതിനുമാണ് രാജ്യം എല്ലാ വർഷവും ഏപ്രിൽ 14-ന് അംബേദ്കർ ജയന്തി ആഘോഷിക്കുന്നത്. ഭരണഘടനാ ശില്പികളിൽ പ്രമുഖനായിരുന്ന ഡോക്ടർ ബി.ആർ. അംബേദ്കർ അപാരമായ കഴിവുകളടങ്ങിയ ബഹുമുഖ വ്യക്തിത്വമായിരുന്നു. രാഷ്ട്രതന്ത്രജ്ഞൻ, നിയമജ്ഞൻ, ബുദ്ധമത ആക്ടിവിസ്റ്റ്, തത്വചിന്തകൻ, നരവംശാസ്ത്രജ്ഞൻ, ചരിത്രകാരൻ, വാഗ്മി, എഴുത്തുകാരൻ, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, പണ്ഡിതൻ, പത്രാധിപർ തുടങ്ങിയ എല്ലാ മേഖലകളിലും പ്രാഗൽഭ്യം തെളിയിച്ച അപൂർവ വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. തൊട്ടുകൂടായ്മ പോലുള്ള സാമൂഹിക തിന്മകളെ ഇല്ലാതാക്കുന്നതിനും ദളിതരുടെയും മറ്റ് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെയും അവകാശങ്ങൾക്കു വേണ്ടിയും ഡോക്ടർ അംബേദ്കർ തന്റെ ജീവിതകാലം മുഴുവൻ പോരാടി. ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയായി ഡോക്ടർ അംബേദ്കർ നിയമിതനായി. 1990-ൽ അദ്ദേഹത്തിന് മരണാനന്തരം ഇന്ത്യയിലെ പരമോന്നത സിവിൽ ബഹുമതിയായ ഭാരതരത്ന നൽകി ആദരിച്ചു. ആ മഹാനോടുള്ള മികച്ച ആദരവായി രാജ്യം എല്ലാ വർഷവും ഏപ്രിൽ 14 അംബേദ്കർ ജയന്തിയായി ആഘോഷിക്കുന്നു. 1891 ഏപ്രിൽ 14-ന് ഇൻഡോറിനടുത്തുള്ള മോവയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ആക്ടിവിസ്റ്റ് ജനാർദ്ദനൻ സദാശിവ് രണപിസയാണ് 1928 ഏപ്രിൽ 14-ന് പൂനെയിൽ അംബേദ്കറുടെ ജന്മദിനം ആദ്യമായി ആഘോഷിച്ചത്. അന്നു മുതൽ ഏപ്രിൽ 14 അംബേദ്കർ ജയന്തി അല്ലെങ്കിൽ ഭീം ജയന്തിയായി ആഘോഷിക്കപ്പെടുന്നു. സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിന്ന് വളർന്ന് രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയായി മാറിയ കഥയാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കറിൻ്റെത്. അദ്ദേഹത്തിനായുള്ള മികച്ച ആദരവായാണ് ഏപ്രിൽ 14 പൊതു അവധിയായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ 2021 മാർച്ച് 31-ന് തീരുമാനിച്ചത്. ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ഓരോ വ്യക്തിക്കും അന്തസ്സുള്ള ജീവിതം ബാബാ സാഹേബ് അംബേദ്കർ വിഭാവന ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അത് സ്വപ്നം കാണാനും അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാനും അവരെ പ്രാപ്തരാക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. വിദേശ പഠനത്തിനു ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ഭീംറാവ് അംബേദ്കർ ജാതി വിവേചനം രാഷ്ട്രത്തെ ഏതാണ്ട് ശിഥിലമാക്കുകയാണെന്നും നിരീക്ഷിച്ചു. ദളിതർക്കും മറ്റ് മതവിഭാഗങ്ങൾക്കും സംവരണം നൽകുന്ന ആശയത്തെ അദ്ദേഹം അനുകൂലിച്ചു. സാമൂഹിക തിന്മകളുടെ ദൂഷ്യവശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അവരെ മനസ്സിലാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി അദ്ദേഹം മൂകനായിക എന്ന പേരിൽ ഒരു പത്രം ആരംഭിച്ചു. 1923-ൽ അധസ്ഥിത ജനവിഭാഗങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസവും സംസ്കാരവും പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക, അവരുടെ പ്രശ്നങ്ങൾ ഉചിതമായ വേദികളിൽ ഉന്നയിക്കുക, അവയ്ക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നിവയും അതിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു. 1927-ൽ അദ്ദേഹം ചൗദാർ ഠാങ്കിൽ മഹത് മാർച്ചിന് നേതൃത്വം നൽകി. ഇത് ജാതിവിരുദ്ധ പുരോഹിത വിരുദ്ധ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. 1930-ൽ നാസിക്കിലെ കലാറാം ക്ഷേത്രത്തിൽ ഡോക്ടർ അംബേദ്കർ ആരംഭിച്ച ക്ഷേത്രപ്രവേശന പ്രസ്ഥാനം മനുഷ്യ അവകാശങ്ങൾക്കും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിലെ മറ്റൊരു നാഴികക്കല്ലാണ്. 1932 സെപ്റ്റംബറിൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഡോക്ടർ അംബേദ്കറും ഗാന്ധിജിയും ഒരു ധാരണയിലെത്തി. അത് പ്രശസ്തമായ പൂന ഉടമ്പടിയായി മാറി. രാജ്യത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് താഴെത്തട്ടിലുള്ളവർക്ക് വ്യക്തവും കൃത്യവുമായ ഒരു സ്ഥാനം ഈ കരാർ രൂപപ്പെടുത്തി. അത് അവർക്ക് വിദ്യാഭ്യാസത്തിനും സർക്കാർ സേവനത്തിനുമുള്ള അവസരങ്ങൾ തുറന്നു കൊടുക്കുകയും വോട്ടവകാശം നൽകുകയും ചെയ്തു. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും ഡോക്ടർ അംബേദ്കർ പങ്കെടുത്തു. ഓരോ തവണയും അടിച്ചമർത്തപ്പെട്ടവരുടെ താൽപ്പര്യങ്ങൾക്കായി തന്റെ കാഴ്ചപ്പാടുകൾ ശക്തമായി ഉയർത്തിക്കാട്ടി. അധസ്ഥിത വിഭാഗങ്ങൾക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്താനും കഴിയുന്നത്ര രാഷ്ട്രീയ അധികാരം നേടാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. രാഷ്ട്രീയ ജനാധിപത്യം മാത്രമല്ല, സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യവും സൃഷ്ടിക്കേണ്ടതിന്റെ പ്രാധാന്യം ബാബാ സാഹിബ് അടിവരയിട്ടു. അദ്ദേഹത്തിന്റെ ഡോക്ടറൽ പ്രബന്ധമാണ് ധനകാര്യ കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നതിന് പ്രചോദനമായി മാറിയത്. 1934-ലെ RBI ആക്ടിനായുള്ള മാർഗനിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന്റെ കൃതികൾ ഒരു ദീപസ്തംഭമായി പ്രവർത്തിച്ചു. നമ്മുടെ രാജ്യത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളുടെ സ്ഥാപകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. നാഷണൽ പവർ ഗ്രിഡ് സിസ്റ്റം
സെൻട്രൽ വാട്ടർ ഇറിഗേഷൻ നാവിഗേഷൻ കമ്മീഷൻ, ദാമോദർ വാലി പ്രൊജക്ട്, ഹിരാക്കുഡ് ഡാം പ്രൊജക്ട്, സോൺ റിവർ പ്രൊജക്ട് എന്നിവയുടെ സ്ഥാപനത്തിൽ അദ്ദേഹം നിർണായകമായ പങ്കുവഹിച്ചു. സ്ത്രീകൾക്ക് സാമ്പത്തികവും സാമൂഹികവുമായ നീതി ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ അംബേദ്കർ ഊന്നി പറഞ്ഞു. കാസ്റ്റസ് ഇൻ ഇന്ത്യ, ദെയർ മെക്കാനിസം, ജെനസിസ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന തലക്കെട്ടിലുള്ള ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വ്യക്തമായി പ്രതിപാദിച്ചിരുന്നു. ശൈശവ വിവാഹത്തിനും സതിക്കുമെതിരെ ഈ പുസ്തകം ശബ്ദിക്കുന്നു. ഇന്ത്യയിലെ ആദ്യകാല ഫെമിനിസ്റ്റ് കൃതികളിൽ ഒന്നാണ് ഈ ലേഖനം. ബോംബെ നിയമസഭയിൽ സ്ത്രീകൾക്കായുള്ള കുടുംബ ആസൂത്രണ നടപടികൾക്കായി അദ്ദേഹം ശക്തമായി വാദിച്ചു. ദരിദ്രരും നിരക്ഷരരുമായ സ്ത്രീകൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുകയും ശൈശവ വിവാഹം, ദേവദാസി സമ്പ്രദായം തുടങ്ങിയ അനീതിക്കെതിരെയും സാമൂഹികപരമായ ദുരാചാരങ്ങൾക്കെതിരെ പോരാടാനും അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ രാഷ്ട്രീയ പദാവലിയിലും ഭരണഘടനയിലും സ്ത്രീകളുടെ അവകാശങ്ങൾ മതിയായ രീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി അദ്ദേഹം തന്റെ ശ്രമങ്ങൾ സമർപ്പിച്ചു. ശ്രീലങ്കയിൽ നടന്ന ബുദ്ധമത പണ്ഡിതരുടെ ഒരു കൺവെൻഷനിൽ പങ്കെടുത്ത ഡോക്ടർ അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചു. 1956 മെയ് 24 ബുദ്ധജയന്തി ദിനത്തിൽ ബോംബെയിൽ വെച്ച് താൻ ഔദ്യോഗികമായി ബുദ്ധമതം സ്വീകരിക്കുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. 1956 ഒക്ടോബർ 14 അദ്ദേഹം തന്റെ നിരവധി അനുയായികളോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചു. 1955 ബുദ്ധിസ്റ്റ് സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു. 1956 തന്റെ അവസാന കൃതിയായ ദ ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ പൂർത്തിയായി. ആ പുസ്തകം മരണാനന്തരമാണ് പ്രസിദ്ധീകരിച്ചത്. ഇത്തവണ 135ാമത് അംബേദ്കർ ജയന്തി രാജ്യമൊട്ടാകെ വിപുലമായാണ് ആഘോഷിച്ചത്. പാർലമെന്റ് ഹൗസ് ക്യാമ്പസിലെ ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറുടെ പ്രതിമയ്ക്ക് സമീപം സംഘടിപ്പിച്ച ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ അടക്കമുള്ള പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. संविधान भारत का बनवाने वालों में तुम थे, नए देश को नई राह दिखलाने वाले तुम थे। भारत के निर्माण की हिस्सेदारी तुमने ली थी, भारत बने महान ये जिम्मेदारी तुमने ली थी, जिम्मेदारी तुमने ली थी, जिम्मेदारी तुमने ली थी। बाबा साहेब, बाबा साहेब, बाबा साहेब, बाबा साहेब, दलितों के पालनहारे बाबा साहेब, विलक्षण बुद्धि प्रतिभा अद्भुत वाले बाबा साहेब, दलितों के पालनहारे बाबा साहेब, विलक्षण बुद्धि प्रतिभा अद्भुत वाले बाबा साहेब। डॉक्टर अम्बेडकर, भीमराव अम्बेडकर, डॉक्टर अम्बेडकर, भीमराव अम्बेडकर। പരിപാടിയിൽ ബുദ്ധസന്യാസിമാർ ബുദ്ധമന്ത്രങ്ങൾ ആലപിച്ചു. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിലെ കലാകാരന്മാർ ബാബാ സാഹിബ് അംബേദ്കറിന് സമർപ്പിച്ച ഗാനങ്ങളും ആലപിച്ചു. ബാബാ സാഹിബ് അംബേദ്കറുടെ ദർശനവും ഭരണഘടനാ ശില്പികളുടെ അഭിലാഷങ്ങളും നിറവേറ്റിക്കൊണ്ട് ദരിദ്രർക്ക് ക്ഷേമവും സാമൂഹിക നീതിയും ഉറപ്പാക്കുന്നതിനോടൊപ്പം കണക്ടിവിറ്റിയിലും കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ബാബാ സാഹിബ് അംബേദ്കറുടെ പാരമ്പര്യത്തെ ആദരിക്കുന്നതിനും ഭാവി തലമുറകളെ പ്രചോദിപ്പിക്കുന്നതിനുമായി 2014 മുതൽ സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ഇന്ത്യയിലും വിദേശത്തും
അംബേദ്കറുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ വർഷങ്ങളായി അവഗണിക്കപ്പെട്ടു. ബാബാ സാഹിബിന്റെ ജന്മസ്ഥലമായ മഹൌ, ലണ്ടനിലെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കേന്ദ്രം, ഡൽഹിയിലെ മഹാപരിനിർവാണ കേന്ദ്രം, നാഗ്പൂരിൽ അദ്ദേഹത്തിന്റെ ദീക്ഷാഭൂമി എന്നിവയുൾപ്പെടെയുള്ള എല്ലാ പ്രധാന സ്ഥലങ്ങളും തങ്ങളുടെ സർക്കാർ വികസിപ്പിച്ചിട്ടുണ്ടെന്നും അവയെ പഞ്ചതീർത്ഥങ്ങളാക്കി മാറ്റിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്ത് സാമൂഹ്യനീതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഓരോ ശ്രമങ്ങൾക്കുള്ള പ്രചോദനം ഡോക്ടർ BR അംബേദ്കറിന്റെ ദർശനമാണ്. അദ്ദേഹത്തിന്റെ തത്വങ്ങളും ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം മുന്നേറുകയാണ്.